ബിഗ് ബോസ് സീസൺ 6 ലാലട്ടം വന്ന എപ്പിസോഡ് നമ്പർ 7 അല്ലേ? എപ്പിസോഡ് എന്തോ ലാലട്ടം വന്ന എപ്പിസോഡ് ഫസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡാണ്. ബിഗ് ബോസ് ഹൗസിലോട്ട് ആ ഒരു 19 എണ്ണത്തെ തള്ളിക്കയറ്റി വിട്ടിട്ട് ലാലേട്ടനെ ആദ്യമായിട്ടാണ് കാണാൻ വരുന്നത്. ഫസ്റ്റ് വീക്കാണ്. ആ ഒരു ഫസ്റ്റ് വീക്കിൽ നടക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല ഹൗസിൽ നടന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടും ഒന്ന് ചൂടാവുകയെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ പുള്ളി വന്നിട്ട് മുച്ചിട്ട് കളി മൂക്ക് വെച്ചിട്ട് ചീട്ട് വെച്ചൊരു കളിയൊക്കെ കളിപ്പിച്ചിട്ട് വിട്ട് അതുവിടെ. അപ്പം വീക്കെൻഡ് എപ്പിസോഡായിരുന്നു. എന്തെങ്കിലുമൊക്കെ 2-3 ഫയറിംഗ് ഒക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സാധനം കാണാൻ പോകുന്നത്. നിരാശയായിരുന്നു ഗൈസ്, സത്യം പറഞ്ഞാൽ നിരാശയാണ്. പക്ഷേ നാളത്തെ എപ്പിസോഡ്, അതായത് എവിക്ഷൻ എപ്പിസോഡിൽ ഞാനൊരു കരക്കമ്പി കേട്ടു. ഉള്ളതാണോ ഇല്ലയോ ഒന്നും അറിയില്ല. രതീഷാണ് എവിക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ പുറത്താകുന്നതെന്നൊരു കരക്കമ്പി മൊത്തത്തിൽ ഒരു ഊഹാപോഹങ്ങളുണ്ട്. കുറേ പേരിങ്ങനെ പറയുന്നത് കേട്ടു. കുറേ പേര് രതീഷ് ഔട്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ജെനുവനാണോ ഇല്ലയോ എന്ന് നാളെ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും കുറേ ആളുകളിങ്ങനെ പറയുമ്പം അതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം. അപ്പം ഇപ്പോൾ രതീഷ് ഇൻ കേസ് നാളെ ഔട്ടാകുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ ഇനി എന്ത് ചെയ്യും? കണ്ടൻറ്റ് ദാരിദ്ര്യമായിരിക്കും. കാരണം ഡേ 1 തൊട്ട് ഈ ഒരു ദിവസം വരെ അവിടെ കണ്ടൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് രതീഷാണ്. അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതിപ്പം ബാക്കി 18 പേരെ ഈ ഇൻവോൾവ് ചെയ്യിക്കുന്ന കണ്ടൻറ്റ് ഉണ്ടായിക്കൊണ്ട് രതീഷാണ്. ഇപ്പം കാര്യം ഇറിറ്റേറ്റിംഗ് ഒക്കെ സംഭവം തന്നെയാണ്. വെറുതെ ആവശ്യമില്ലാത്തതിനും എല്ലാം പോയി വള്ളി പിടിക്കാറുണ്ട്. ബിഗ് ബോസ് ചീത്ത വിളിച്ചു, ലാലേട്ടൻ ഇന്നൊന്ന് ചീത്ത വിളിച്ച്. അപ്പം മൊത്തത്തിൽ ചീത്ത വിളിക്ക് കിട്ടുന്നുണ്ടെങ്കിലും പുള്ളി കണ്ടൻറ്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതിപ്പം പോസിറ്റീവായാലും നെഗറ്റീവായാലും ആ ഒരു ലൈവിൻ്റെ ചാറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഫുള്ള് രതീഷാണ്. രതീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളവരുണ്ട്, രതീഷിനെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. പക്ഷേ രതീഷ് എന്ന് പറയുന്ന ഒരു പേര് അവിടെ ഉണ്ട്. നമുക്ക് ഇപ്പം രതീഷിനെ ചീത്ത വിളിക്കാനായിട്ടാണെങ്കിൽ നമുക്കത് കാണാനൊരു രസം ഉണ്ടായിരുന്നു. ഇൻ കേസ് ആൾ രതീഷ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ബിഗ് ബോസ് ഹൗസ് ഒരു ചത്ത വീടായിരിക്കും. ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ വീടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം പിന്നെ കണൽ കൊടുക്കുന്നത് ആകെ ജിൻഡോ പെട്ടുപോകും എന്നുള്ളൊരു സത്യമുണ്ട്. കാരണം ഇന്ന് മറ്റേ ജയിൽ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരും ടീമുമായിട്ടൊക്കെ വന്നിട്ട് കുറേ കൊണച്ച് ചെയ്യണം എല്ലാവരോടും. അപ്പം രതീഷ് നാളെ വിട്ടാണെങ്കിൽ ജിൻഡോ എന്ത് ചെയ്യും? ജിൻഡോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മസിലുണ്ടെന്നേ ഉള്ളൂ. ഉള്ളൊരു സത്യം പറയുന്നതൊരു പാവമാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ജിൻഡോ സൈഡാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. സിജോ ആരോട് കൂട്ട് വെക്കും? സിജോയും റോക്കി ഒരു ടീമാണ്. പിന്നെ സിജോയ്ക്ക് അവിടെ കൂട്ട് വെക്കാനായിട്ട് ആരുമില്ല. അല്ലെങ്കിൽ ഒരു വൈൽഡ് കാർഡ് വന്നു. ഈ വീക്ക് വൈൽഡ് കാർഡ് ഇല്ല എന്നും ഒരു ടോക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വീക്ക് പ്രത്യേകിച്ച് ഒന്നും നടക്കത്തില്ല, വൻ ശോകമായിരിക്കും. സിജോ ഇത്രയും ദിവസവും രതീഷിനോടാണ് ഉടക്കിക്കൊണ്ടിരുന്നത്. രതീഷ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉടക്കാനായിട്ട് ഇട്ടേക്കുന്നുണ്ട്. സിഞ്ചോയ്ക്ക് കയറി കൂട്ട് വെക്കായിരുന്നു. ഇനി ആരോട് സിഞ്ചോ കൂട്ട് വെക്കും? റോക്കിയോടോ? റോക്കിയും സിഞ്ചോയും ഒരു ടീമാണ്. പിന്നെയുള്ളത് ഗബ്രിയും ജാസ്മിനും. അത് കൂട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഗബ്രിയോട് ചോദിക്കുന്ന ചോദ്യത്തിന് ജാസ്മിനാണ് ഉത്തരം പറയുന്നത്. ഇന്ന് റോക്കി എന്തോ പറഞ്ഞ സമയത്ത് ജാസ്മിനാണ് ഉത്തരം പറഞ്ഞത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ഒരു വാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു പ്രശ്നം നാളെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് രതീഷ് ഔട്ടാണെങ്കിൽ മാത്രം. രതീഷ് ഔട്ടാകില്ലെങ്കിൽ ഒരു പ്രശ്നം നടക്കില്ല. ഇപ്പം രതീഷ് ഔട്ടായി കഴിഞ്ഞാൽ വേറെ ആരുണ്ടോ അവിടെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് എന്ന് പറയാനായിട്ട് എടുത്തു പറയാനായിട്ട് ആരുമില്ല. സുരേഷൊക്കെ വെറും കണ്ടന്റില്ലായ്മ എന്ന് പറഞ്ഞാൽ വെറും ദാരിദ്ര്യമാണ്. ഗബ്രി ജാസ്മിൻ്റെ കൂടെ സൈഡായി. പിന്നെ ഉള്ളത് അർജുനാണ്. അർജുന് കോട്ട് വെക്കാനൊന്നും പറ്റില്ല. പിന്നെ സിജോയും റോക്കിയും, അത് രണ്ടും ഒറ്റ സൈഡിലേ നിൽക്കുകയുള്ളൂ. പിന്നെ കുറേ പെണ്ണുങ്ങളാണുള്ളത്, അതിനോടൊന്നും കോട്ട് വെക്കാൻ പോലും പറ്റത്തില്ല. ഇതെങ്ങനെ പോകുന്നത് എനിക്കറിയാൻ വയ്യ. കാരണം നാളെ രതീഷ് ഔട്ടായി കഴിഞ്ഞാൽ മറ്റന്നാളാണ് ഫസ്റ്റ് എപ്പിസോഡ്. ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 1 എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കാരണം ലിറ്ററലി കണ്ടന്റ് ഇല്ലാണ്ടാവും എന്ന് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ഇത്ര ദിവസം ലൈവ് കണ്ടത് വെച്ചിട്ടാണ് പറയുന്നത്. ലാലേട്ടൻ ഇന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു. ഇന്ന് വെറുതെ അതായത് ആദ്യം വന്നിട്ട് ഓരോരുത്തരോടും ബിഗ് ബോസ് ഹൗസിനെ പറ്റിയിട്ടും എന്താണ് ബിഗ് ബോസ് ഹൗസിൽ നിങ്ങൾ കാണിച്ചതിനെ പറ്റിയിട്ടുമൊക്കെ ഉള്ളൊരു സംസാരം നടക്കുന്നു. അതിനുശേഷം ഒരു ടാസ്ക്, അതായത് നിങ്ങളെപ്പറ്റി, കണ്ടസ്റ്റൻസിനെ പറ്റി എന്താണ് ഓഡിയൻസിനുള്ള അഭിപ്രായം. അതായത് 3 ടാഗുകളുണ്ട്. ഒന്ന് 0, ഹീറോ, സൂപ്പർ സ്റ്റാർ. നമ്മൾ തന്നെ എടുത്ത് വെച്ചിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളെ ടാഗ് വെച്ചതെന്നുള്ള ഒരു ഒപ്പീനിയൻ പറയാമെന്നുള്ളതാണ്. ഓഫ് കോഴ്സ് രതീഷ് 0 എടുത്ത് വെച്ചു. എന്നിട്ട് കാരണങ്ങൾ പറയുന്നു. അവിടെ ലാലേട്ടൻ്റെ ഇത് കിട്ടുന്നുണ്ട്. പുള്ളി ഒരു അഖിൽമാരാറാവാനുള്ള ശ്രമമാണ് നടത്തിയത്. പക്ഷേ പാളിപ്പോയി.
അഖിലിന് സംസാരിക്കാൻ അറിയായിരുന്നു. ഇത് സംസാരിക്കാൻ അറിയില്ല, എങ്ങനെ എവിടെ വെച്ച് സംസാരിക്കണമെന്ന് അറിയില്ല, ഗെയിം എങ്ങനെ കളിക്കണമെന്നും അറിയില്ല. ആകെ കലമില്ലാതെ സംസാരിക്കാനും കുറേ കുണയ്ക്കാനും മാത്രമേ അറിയത്തുള്ളായിരുന്നു പുള്ളിക്ക്. പക്ഷേ അഖിൽമാരാർ കളിക്കുന്ന പോലെ കളിച്ചിരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കയറിപ്പോകാൻ ചാൻസ് ഉള്ളൊരു പ്ലെയർ ആയിരുന്നു രതീഷ്. ഇത് ലിറ്ററലി നല്ല വെറുപ്പീരായിരുന്നു എന്നുള്ളതാണ്. ഈ വട്ടം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ സിജോ ആവാനുള്ളൊരു ചാൻസ്, സിജോയ്ക്ക് ഇനി കയറിപ്പോകാം, സിജോയും റോക്കിക്കൊക്കെ ഒന്നും കളത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു ചാൻസ് രതീഷ് പോയി കഴിഞ്ഞാൽ ഉണ്ടാവും. കാരണം രതീഷ് എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നുണ്ട്. രതീഷ് നല്ല സ്ക്രീൻ സ്പേസ് ആയിരുന്നു. അപ്പം ഇവർക്ക് കുറച്ചും കൂടെ റോൾ കളിക്കാനുള്ളൊരു അവസരം കിട്ടും. അപ്പം ഇനി അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് അടുത്ത ക്യാപ്റ്റൻ വരികയാണ്. ഫസ്റ്റ് ക്യാപ്റ്റൻ വഴിയാണ് അർജുൻ. ക്യാപ്റ്റനും ഒരു റോളല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പവർ ടീമും ക്യാപ്റ്റനും എന്തിനാണെങ്കിൽ പിന്നെ ക്യാപ്റ്റൻ വേണ്ട, പവർ ടീമും കൊടുത്താൽ പോരെ. അല്ലെങ്കിൽ ഈ ക്യാപ്റ്റനെയും കൂടി പവർ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുക, എന്നിട്ട് അപ്പം ക്യാപ്റ്റനും ആ ഒരു പവർ ടീമിൽ പോയി സംസാരിക്കാമല്ലോ. ഇത് മൊത്തത്തിലൊരു കൺഫ്യൂസിംഗ് ആയിട്ട് നിൽക്കുകയാണ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടും. ഇനി സെക്കൻഡ് വീക്കിൽ ഒരു വീക്കിലി ടാസ്ക്കൊക്കെ വന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു കരക്കമ്പി ഇതാണ് ഞാൻ കേൾക്കുന്നത്, രതീഷ് ഔട്ടാകും എന്നുള്ളത്. പക്ഷേ രതീഷ് ഔട്ടാവണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രതീഷ് വേണം, രതീഷ് ഉണ്ടെങ്കിലേ കളി മുന്നോട്ട് പോവുള്ളൂ. ഹൗസ് ഒന്ന് അലൈവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ രതീഷുണ്ട്. ഇപ്പം അത് നിങ്ങൾക്ക് പോയി കഴിയുകയാണെങ്കിൽ മനസ്സിലാവും. അഥവാ ഇൻ കേസ് നാളെ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 80% പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേയധികം ചാനലുകളിൽ രതീഷ് എവിക്റ്റായി അല്ലെങ്കിൽ രതീഷ് പുറത്ത് പോയി എന്ന് പറഞ്ഞൊരു ന്യൂസ് കിടക്കുന്നുണ്ട്, ഒരു റൂമർ കിടക്കുന്നുണ്ട്. അപ്പം ഇത്രയും അതും ഇന്ന് ശനിയാഴ്ച വൈകിട്ട് അങ്ങനൊരു, കാരണം ഓൾറെഡി അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞതാണ്. അതുകൊണ്ട് എവിക്റ്റായി എന്ന് പറയുമ്പം അതിനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഇനി എന്താണെന്നുള്ളത് നാളത്തെ ഒരു എപ്പിസോഡ് വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നാളെ എങ്കിലും ലാലേട്ടൻ വന്ന് എന്തെങ്കിലും ഒന്ന് പെർഫോമൻസ് കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ CID രാംദാസ് എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ എന്തിനാണ് വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ നന്നാക്കാൻ നോക്കി അവസാനം സീസൺ 5 മോശം സീസൺ 6 ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സീസൺ 5 മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല പ്ലെയേഴ്സ് ആയിരുന്നു. കാരണം ഒരു സീസണിലും ഇതേവരെ പ്ലെയേഴ്സ് വെളിയിൽ ഇറങ്ങിയിട്ട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് ഞാൻ കണ്ടില്ല. കഴിഞ്ഞ സീസണിലെ എല്ലാ പ്ലെയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ ഈ രജിത്തും പിന്നെ റോബിനൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം ഫസ്റ്റ് എവിക്ഷൻ രതീഷ് ഔട്ടാകുമോ ഇല്ലയോ? നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഔട്ടാകും എന്നാണോ? ഞാൻ പറയുന്നത് ഔട്ടാവരുതെന്നാണ്. ഔട്ടായി കഴിഞ്ഞാൽ ഒരു രസമില്ല, സത്യമായിട്ടും രസമില്ല. നിങ്ങൾക്ക് ആ ഒരു വൈബ് നഷ്ടപ്പെടും. ഇപ്പം രതീഷിനെ കുണയ്ക്കാനായിട്ടെങ്കിൽ ലൈവ് കാണുന്നുണ്ട്, ഇല്ലെങ്കിൽ അതും കൂടി ഇല്ലാണ്ടായി പോകും. രതീഷിനെ ആ ലൂക്ക് കാണാനായിട്ടാണ് നമ്മൾ ലൈവ് കാണുന്നത്. അപ്പം രതീഷ് ഇല്ലെങ്കിൽ അതില്ലാതാകും എന്നൊരു ഫീൽ എനിക്കുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് പറയാം. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നാളെ രാവിലെ അതിൻ്റെ പ്രമോ വരുമ്പം ഒരു ഏകദേശ ധാരണ ഉണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് കാണാം.